അമ്നോ എൻ്റെ പ്രശ്നം എൻ്റെ പ്രശ്നം ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? അപ്പോൾ നമ്മുടെ ഈദൊക്കെ കഴിഞ്ഞു അല്ലേ? എല്ലാവരും നല്ല രീതിയിൽ ഈദൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈദായതുകൊണ്ട് തന്നെ ഞാനും ഒരു 5 ദിവസം ലീവ് എടുത്തു. 5 ദിവസമൊക്കെ ആയി വീഡിയോസൊക്കെ ഒന്ന് ഇട്ടിട്ട്. അപ്പോൾ നമ്മുടെ ഈദ് വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇപ്രാവശ്യത്തെ ഈദ് വ്ളോഗിൽ ഞാനങ്ങനെ റെസിപ്പീസും അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ പുറത്ത് പോയിട്ടുള്ള വീഡിയോ ആണ് കൂടുതലായിട്ടും എടുത്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ റെസിപ്പീസൊന്നും എടുക്കാത്തതിൻ്റെ കാരണം ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ട്രൈപോഡ് കേടാന്നുള്ളത്. അപ്പോൾ ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ റെസിപ്പീസൊക്കെ നമ്മൾ ഇങ്ങനെ പെരുന്നാൾക്ക് എടുക്കാൻ നിന്നാൽ ഒരുപാട് ടൈം പിടിക്കുന്നത് മാത്രമല്ല തീരെ എടുക്കാൻ കഴിയില്ല. ട്രൈപോഡ് ഇല്ലെങ്കിൽ റെസിപ്പീസും അല്ലാതെ നമ്മളെ വീട്ടിലുള്ള ഓരോ കാര്യങ്ങൾ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പെരുന്നാളെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പണികളുണ്ടാവുമല്ലോ ചെയ്തു തീർക്കാനും, അങ്ങനെ ഒരുപാട്. അപ്പോൾ ട്രൈപോഡ് ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് എളുപ്പമായിട്ട് തോന്നും. അതും കൂടി ഇല്ലെങ്കിൽ ഒരുപാട് ടൈം പിടിക്കും. എല്ലാം കൂടി ഒന്ന് മാനേജ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വീഡിയോ എടുക്കാതിരുന്നത്. അപ്പം ഞങ്ങൾ ഇതാ 5 മണിക്ക് പെരുന്നാൾ നമസ്കാരത്തിന് പള്ളിയിലോട്ട് വന്നതാണ് കേട്ടോ. നമസ്കാരമൊക്കെ കഴിഞ്ഞ് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അമ്മ ഇവിടെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പള്ളിയുടെ അടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്. അപ്പോൾ അവന് പാർക്കിൽ വന്നതാണെന്ന് വിചാരിച്ചിട്ട് പാർക്കിൽ കളിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ വന്നതല്ലേ, തലേ ദിവസം ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഞാൻ ഓരോ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിന്നും. മക്കളും ഉറങ്ങിയിട്ടൊന്നുമില്ല, അവർ ഓരോ കളിയിലായിട്ട് അങ്ങനെ നിന്നു. പിന്നെ പൊതുവേ റെൻകാക്കാക്ക് ലീവുള്ള ദിവസങ്ങളിലൊന്നും അങ്ങനെ നൈറ്റിൽ ഉറങ്ങാതെ പകലാണ് കൂടുതലും ഉറങ്ങാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുബഹി നമസ്കാരവും പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് വേഗം റൂമിൽ ചെന്നിട്ട് മക്കളെയൊക്കെ ഒന്ന് ഉറക്കണമെന്ന് വിചാരിച്ചിട്ടാണ് വേഗം പോകുന്നത്. അപ്പോൾ അവന് പാർക്ക് കളിക്കാത്തതിൻ്റെ ആ ഒരു വാശിയിൽ അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം റെൻകാക്കാൻ്റെ ഫ്രണ്ടിന് ഫുഡ് കൊടുക്കാനുണ്ടായിരുന്നു. അവർ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അവർക്ക് നേരത്തെ തന്നെ ഫുഡൊക്കെ കൊണ്ട് കൊടുത്ത് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഉറങ്ങാൻ കിടന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ പെരുന്നാൾ പകലൊന്നും പുറത്തേക്ക് ഇറങ്ങാനേ കഴിയില്ല, അത്രക്കും ചൂടായിട്ടുണ്ട്, നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഒരു ഈവനിങ്ങിലൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം എല്ലാവരും ഒന്ന് ഉറങ്ങി. ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ പാർക്കിൽ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിന് ശേഷം ആണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഞങ്ങളിന്ന് ഒരു സ്പെഷ്യൽ മന്തി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡെസേർട്ടൊന്നും ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കാരണം അങ്ങനെ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ പ്രത്യേകമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്, ഇത് ഫസ്റ്റ് ഡേ വന്നിട്ടുള്ളത് ഇവിടെ റിയാദിലുള്ള റിയാദ് പാർക്കിലോട്ടാണ്. റിയാദ് പാർക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു മാളാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുമ്പും ഈ ഒരു റിയാദ് പാർക്കിലോട്ട് വന്നിട്ടുള്ള വീഡിയോസ് ഒരുപാട് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ട് റിയാദ് പാർക്ക് കാണിച്ചു തന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ റിയാദ് പാർക്കിലെ വിശേഷങ്ങളാണ്. റെൻകാക്ക് എല്ലാവരുടെയും പോലെ തന്നെ 5 ഡേയ്സാണ് ഓഫ് ഉണ്ടായിരുന്നത്. അപ്പോൾ എക്സ്ട്രാ 2 ഡേയ്സും കൂടി റെൻകാക്ക ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു തേഴ്സ്ഡേ മുതൽ ട്യൂസ്ഡേ വരെയാണ് ലീവ് പൊതുവെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. റെൻകാക്ക് ഫ്രൈഡേ വരെ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് അങ്ങനെ എങ്ങോട്ടേക്കും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ അങ്ങനെ ഒരുപാട് പ്ലാൻ ചെയ്ത് എങ്ങോട്ടേക്കും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം ഇവിടെ റിയാദിലുള്ള ഓരോ സ്ഥലങ്ങളിലായിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ചെറിയ പ്ലാനിങ് ഒക്കെ നടത്തിയിട്ടുള്ളൂ. അല്ലാതെ ലോങ് ട്രിപ്പ് ഒന്നും പോകാനേ വിചാരിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഞങ്ങളെ പ്ലാനൊക്കെ മാറി പെട്ടെന്ന് തന്നെ ഒരു ലോങ് ട്രിപ്പൊക്കെ പോവേണ്ടി വന്നു. അതാണ് ഞാൻ പറഞ്ഞത്, പ്ലാൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല. പ്ലാൻ ചെയ്യുന്നത് പോലെ ഒട്ടും നടക്കാറില്ല. നമ്മൾ വിചാരിക്കുന്നത് വേറെയും പോകുന്നത് വേറെ എങ്ങോട്ടേക്കെങ്കിലും ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇൻഷാ അല്ലാഹ് ഓരോ വ്ളോഗായിട്ട് ഇടാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റിയാദ് പാർക്കിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം.
ഇവിടെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഫുഡ് കോർട്ട് ഉണ്ട്, അതുപോലെ ഷോപ്പിംഗ് ചെയ്യാം, തിയേറ്റർ ഉണ്ട്, കുട്ടികൾക്കായിട്ടുള്ള ഒരു സ്പെഷ്യൽ സെക്ഷൻ തന്നെയുണ്ട്. അവിടെ ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് മക്കളെ ഒരു എൻ്റർടൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നേരെ വന്നത് റെൻകാക്ക ഇവിടെ തിയേറ്റർ ഉണ്ട്, അപ്പോൾ അവിടെ ഫിലിം ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ടിക്കറ്റ് എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫിലിം കാണാൻ ഒട്ടും ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അപ്പോൾ റെൻകാക്ക ഫിലിം കണ്ടാൽ വേഗം അങ്ങോട്ടേക്കാണ് ചാഞ്ഞ് അങ്ങനെ പോവുക. കാരണം തിയേറ്റർക്ക് വന്നാൽ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് മൂവിയോ അങ്ങനെ എന്തെങ്കിലും കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ആ ഒരു തിയേറ്ററിൽ പോകുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്തായാലും സിനിമ കാണാനില്ല എന്ന് പറഞ്ഞ് ഞാനും മക്കളും ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ പിന്നെ റെൻകാക്ക് എന്തായാലും ഒറ്റയ്ക്ക് കാണില്ല എന്ന് വിചാരിച്ച് ഞങ്ങളുടെ കൂടെ തന്നെ വന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗിൽ ഞാൻ ഈ ഒരു മാളിലോട്ട് വന്നിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് മക്കൾക്ക് ഈ ഒരു ഗെയിംസിൽ കളിക്കാനോ കയറാനോ ഒന്നിനും പറ്റിയിട്ടില്ല. കാരണം ഞങ്ങൾ കാർഡ് എടുത്തിട്ടില്ലായിരുന്നു. ഇവിടെ എല്ലാ മാളിലും ഇങ്ങനെ ഒരു കാർഡ് എടുത്താലേ നമുക്ക് ഇവിടെ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റുള്ളൂ മക്കളെയും കൊണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു റിയാദ് ഗാലറിയിൽ പോയിട്ടുള്ള അവിടെ ഇതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ടുള്ള കാർഡ് എടുത്തതും അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു കാർഡ് എടുക്കാൻ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അത്രക്കും അങ്ങോട്ടില്ല. ഒരു കാർഡ് എടുക്കാൻ 150 റിയാലാണ് വരുന്നത്. അതുമാത്രമല്ല ഇവിടെ ഓരോ ഗെയിംസിലും കയറാനായിട്ട് ഇത്ര പോയിൻ്റ് എന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. മറ്റ് റിയാദ് ഗാലറിയിൽ എന്ന് പറഞ്ഞാൽ ഓരോ ഗെയിംസിലും കയറാനായിട്ട് ഇത്ര റിയാൽ എന്ന് പറഞ്ഞാൽ ഓരോ ക്യാഷാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ അങ്ങനെയല്ല, ഇത്ര പോയിൻ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാർഡ് എടുത്താൽ എത്ര 700 പോയിൻ്റ് ആ കാർഡിൽ കയറും. അപ്പോൾ നമ്മൾ ഓരോ ഗെയിംസിലും കയറുമ്പോൾ ഇത്ര പോയിൻ്റ് വെച്ചിട്ട് അതിൽ നിന്നും കുറഞ്ഞു പോവും. അപ്പോൾ റിയാദ് ഗാലറിയിൽ അതിലാറൊക്കെ ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിലാറൊക്കെ നല്ലത് നമ്മൾ വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്നതാണ്. അപ്പോൾ മക്കളോട് ഞങ്ങൾ രണ്ടാളും കുറേ പ്രാവശ്യം പറഞ്ഞു നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോവാം, കറങ്ങാൻ പോവാമെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ അന്ന് വന്നപ്പോൾ മുതൽ പറയുന്നതാണ് ഇങ്ങോട്ടേക്ക് വരണം, ഗെയിം കളിക്കണം എന്നുള്ളത്. അപ്പോൾ അവരുടെ ഒരു വാശിയുടെ പുറത്താണ് കേട്ടോ ഈ ഒരു കാർഡ് എടുത്തതും ഇതിലിങ്ങനെ ഓരോ ഗെയിംസിലൊക്കെ കളിക്കാനായിട്ട് നിന്നത്. ഇതിപ്പോൾ പോയിൻറ്റ്സ് ആണെങ്കിലും അത്യാവശ്യം എല്ലാ ഗെയിംസിലും കയറണമെന്നുണ്ടെങ്കിൽ ഓരോ ഗെയിംസിലും ഒരു 40 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 60, 80 ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ ഗെയിമിലും കയറുന്നതിനനുസരിച്ച് നമ്മുടെ ആ ഒരു കാർഡിൽ നിന്ന് ഇത്രയും പോയിൻറ്റ്സ് കുറഞ്ഞു വരും. അപ്പോൾ ഏകദേശം എല്ലാം സെയിം തന്നെയാണ്. അവിടെ ക്യാഷ് കുറയും, ഇവിടെ പോയിൻറ്റ്സ് കുറയും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ 150 റിയാലിന് നമ്മൾ ഈ ഒരു കാർഡ് എടുത്താൽ 700 പോയിൻറ്റ്സ് കയറുന്നുണ്ട്. ആ ഒരു മാറ്റമുണ്ട് കേട്ടോ. ആനയൊക്കെ എന്തായാലും നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ബൈക്ക് റേസിംഗ് ആണ്. ബൈക്ക് റേസിംഗ് ഇങ്ങനെ ഇതിൽ ഇരുന്ന് നമ്മൾ ഓടിക്കുന്ന പോലെ തന്നെ തോന്നും. അപ്പോൾ അമ്നുവിന് ബൈക്ക് റേസിംഗ് കൊടുത്തിട്ടില്ല കേട്ടോ, കാരണം അവന് കഴിയൂല. പിന്നെ അമ്നുവിന് പറ്റാത്തത് കൊണ്ട് തന്നെ രണ്ടാൾക്കും കൂടിയിട്ട് ഒന്നിലിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കളിച്ചു. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ വലിയവർക്ക് കയറാൻ പറ്റിയിട്ടുള്ള റോളർ കോസ്റ്റർ അങ്ങനെ ഒരുപാട് ഗെയിംസുകളുണ്ട്. പിന്നെ റെൻകാക്ക ഏതിൽ കയറാൻ വിളിച്ചാലും വരില്ല കേട്ടോ. എനിക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ പേടിയാണ് എല്ലാത്തിലും കയറാൻ. റെൻകാക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ധൈര്യമാണ്. പക്ഷേ റെൻകാക്ക എൻ്റെ അത്രയും ധൈര്യമല്ല, ഒന്നിലും വിളിച്ചാൽ കയറൂല. അപ്പോൾ ഇവിടെ ഒരു റോളർ കോസ്റ്റർ ഉണ്ട് കേട്ടോ. ഒരുപാട് വലുതൊന്നുമല്ല, എങ്കിലും അത്യാവശ്യം കയറാൻ പറ്റിയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിൽ ഞാൻ കയറാൻ വേണ്ടിയിട്ട് റെൻകാക്കാനെ ഒരുപാട് നിർബന്ധിച്ചു. ലാസ്റ്റ് മക്കൾക്ക് എന്തായാലും അതിൽ കയറണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ റെൻകാക്കല്ലാതെ കയറൂല എന്ന് പറഞ്ഞ് അങ്ങനെ വാശി പിടിച്ചപ്പോൾ ലാസ്റ്റ് പറഞ്ഞ് അതിൽ കയറിയിട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാനായിട്ട് നിന്നപ്പോൾ അമ്മു ഇങ്ങനെ മുന്നോട്ട് ഒന്ന് നടന്നു പോയപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് മാറി നിന്ന് അവനെ കാണാതെ. അപ്പോൾ അവൻ ഞങ്ങളെയൊക്കെ ഇങ്ങനെ തിരഞ്ഞു നോക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം തന്നെ കുറേ നേരം ഞങ്ങളെ തിരഞ്ഞു നോക്കി കണ്ടില്ല. ലാസ്റ്റ് പേടിച്ചിട്ടൊന്നുമല്ല, അവിടെ ഒരു ഭാഗത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മുവിൻ്റെ അടുത്ത് പോയി ഒന്ന് നോക്കാം. ഹലോ
അമ്നുപ്പാ തെരഞ്ഞു നടക്കനോ അമ്നു അങ്ങനെ പേടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഈ സ്ഥാനത്ത് ആനയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കരഞ്ഞക്കും. കാരണം അവൻ അത്രയും വലിപ്പമുണ്ടെങ്കിലും അവന് പെട്ടെന്ന് പേടിക്കും, കരച്ചിലൊക്കെ വരും കേട്ടോ. അമ്നുവിന് പിന്നെ അങ്ങനത്തെ പേടിയൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ നേരെ റൂമിലോട്ട് പോയി. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എങ്ങോട്ടേക്കും പോയില്ല കേട്ടോ. കാരണം അത് കഴിഞ്ഞിട്ട് ട്യൂസ്ഡേ ഞങ്ങൾ ഒരു ദമാമിലോട്ട് ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്നുള്ള പ്ലാനിങ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ് പുറത്തേക്ക്. അപ്പോൾ 2 ദിവസം അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പോലാണ്. അപ്പോൾ ഒന്നാമത് ഞങ്ങളുടെ വിസ വീണ്ടും പുതുക്കാനായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡേറ്റ് ഞങ്ങൾ നോക്കിയിട്ടില്ലായിരുന്നു. നെക്സ്റ്റ് ഫ്രൈഡേ പോകാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നെക്സ്റ്റ് ഫ്രൈഡേ വരെ പോകില്ല, കാരണം ഡേറ്റ് അതുവരേക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലീവിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതുവരെ പ്ലാൻ ചെയ്ത സ്ഥലങ്ങളൊക്കെ ക്യാൻസൽ ചെയ്തു. നേരെ ദമാമിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ 2 ദിവസം നിന്ന് അവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടുള്ള പോകാനുള്ള പ്ലാനിങ് ആണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, പ്ലാൻ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ആവില്ല നടക്കുന്നത്. അപ്പോൾ ഇപ്പോഴെന്നല്ല, എല്ലാ പ്രാവശ്യവും ഒക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഇതിന് ദമാമിലോട്ട് പോകാനാണ് പ്ലാനിങ് എന്നല്ല, അതാണ് വിധി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അൽക്കോബാറിലുണ്ട്. അവനെ ഞാൻ എൻ്റെ വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നാൽ അവൻ്റെ അടുത്തൊക്കെ പോവലുണ്ട്. അവന് ഞങ്ങളെ കാണാനും വരൽ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവനും ഫാമിലിയൊക്കെ ഇങ്ങോട്ടേക്ക് റിയാദിലോട്ട് ഇതിനായിട്ട് കറങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓല് 2 ദിവസം മുൻപ് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനൊന്ന് കാണാൻ പോലും പറ്റിയിട്ടില്ല. ഞങ്ങൾ അവൻ്റെ നാട്ടിലോട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്, അവരിങ്ങോട്ടേക്കും വന്നിക്കുകയാണ്. അപ്പോൾ അവനോട് വോയിസൊക്കെ ഒന്ന് വിട്ട് ഞങ്ങൾ പോകുന്നതിന് മുന്നേ കാണാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് മെസ്സേജ് വിട്ട് ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ കാണാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാ അവിടുന്ന് തിരിച്ച് ഞങ്ങൾ റിയാദിലോട്ട് തന്നെ എത്തുന്നത് വരെ അവരിവിടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മെസ്സേജൊക്കെ വിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി. ഇന്നെന്തായാലും അവിടെ എത്തുമ്പോഴേക്കും കുറച്ച് ടൈം ആവും. ഇന്ന് എങ്ങോട്ടേക്കും പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇത്രയും ലേറ്റായിട്ട് ഇറങ്ങിയത് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്, പുറത്തോട്ടൊന്നും ഇറങ്ങാനേ പറ്റില്ല. കാറിലൊക്കെ ഒന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വൈകുന്നേരം ലേറ്റായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ടൈമിൽ ഇറങ്ങിയത്. പിന്നെ മക്കൾക്കൊക്കെ ഇങ്ങനെ ലോങ് ട്രിപ്പ് ഒട്ടും ഇഷ്ടമല്ല. ആനക്കൊന്നും തീരെ ഇഷ്ടമല്ല കാറിലിങ്ങനെ ഒരുപാട് നേരം യാത്ര ചെയ്യുന്നത്. പിന്നെ എൻ്റെ ബ്രദർ അവിടെ ദമാമിലല്ല, കുറച്ച് ഒരു 1 hour ദൂരമാണ്. അപ്പോൾ അവനും ഇതിനിങ്ങനെ വരുമ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യവും അവന് ഞങ്ങൾ തേഴ്സ്ഡേ അല്ല പോയത്, തേഴ്സ്ഡേ ആണെങ്കിൽ അവന് ലീവ് എടുത്ത് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യവും അവന് വരാൻ പറ്റിയില്ല. പിന്നെ അവിടെ റൂം എടുത്ത് നിൽക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ മക്കൾക്ക് ഇൻട്രസ്റ്റ് ആയി. സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഇൻട്രസ്റ്റിൽ പോന്നു. പിന്നെ മക്കൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവരുടെ കൂടെ കുറേ ഗെയിംസും, അതുപോലെ അമ്നുവിന് ഇങ്ങനെ ഒരു സ്ലൈറ്റല്ല, ഒരു കുഞ്ഞു ടാബ്, അതിലിങ്ങനെ പിക്ചറൊക്കെ ഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ അവന് അത് കൊടുത്താൽ കൂടുതൽ ടൈമും അവൻ അതിൽ സ്പെൻഡ് ചെയ്യും. എന്തെങ്കിലുമൊക്കെ ചിത്രം അങ്ങനെ വരച്ചു കൊടുത്താൽ അതിലങ്ങനെ കളിച്ചിരിക്കും കേട്ടോ. അപ്പോൾ അവൻ്റെ കൂടെ അങ്ങനെ ചിത്രങ്ങളൊക്കെ കുറേ വരച്ചു കൊടുത്ത് അങ്ങനെ കുറേ ടൈം പോയി. പിന്നെ കുറച്ച് ഗെയിംസൊക്കെ ടാബിൽ കുറേ ഗെയിമുകൾ ഉണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ കളിക്കാൻ. അപ്പോൾ മക്കളുടെ കൂടെ കുറേയൊക്കെ അങ്ങനെ ഗെയിമൊക്കെ കളിച്ച് കുറേ ടൈം അങ്ങനെ പോയി. കാരണം അവർക്ക് ഈ ഒരു ട്രിപ്പ് കാര്യമായിട്ട് ഞങ്ങൾ ട്രിപ്പ് പോകുന്നതോ അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പോകുന്നത് അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഇവിടെ റൂമിൽ ഇങ്ങനെ അടച്ചിട്ട് അവരുടെ കുറേ എൻജോയ്മെൻറ്റ് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് എന്ത് ട്രിപ്പാണെങ്കിലും ഒക്കെ പോകുന്നത്. അപ്പോൾ ഈ ഒരു ട്രിപ്പ് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറേ അവരുടെ കൂടെ ഗെയിമൊക്കെ കളിച്ച് അങ്ങനെ ബോറടിയൊക്കെ ഒന്ന് മാറ്റി.
അങ്ങനെ ഞങ്ങൾ അൽക്കോബാറിലെത്തി. ഇവിടെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടൽ നോക്കി ഇങ്ങനെ ലൊക്കേഷൻ നോക്കി തപ്പിങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ വില്ല പാർക്ക് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അത്യാവശ്യം നല്ല ഹോട്ടൽ തന്നെയാണ്. കാര്യമായിട്ട് മക്കൾക്ക് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് കളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഹോട്ടലെടുത്താണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ വല്ല റിലേറ്റീവ്സും കാര്യങ്ങളൊന്നും ഇവിടെ ആരുമില്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ നിൽക്കുമ്പം വേറൊരു രസം തന്നെയാണല്ലോ. അപ്പം അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളങ്ങനെ റൂം എടുത്താണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു 3 മാസം കൂടുമ്പോഴല്ലേ നമ്മളിങ്ങനെ പുതുക്കാനൊക്കെ വരുള്ളൂ. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ പെരുന്നാൾക്കാണ് എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ അങ്ങനെ ടൂറൊന്നല്ല അങ്ങനെ കറങ്ങാനൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ കുറേ ആയല്ലോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഹോട്ടലൊക്കെ ഒന്ന് എടുത്ത് നിൽക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഹോട്ടലിലെത്തി. അപ്പോൾ ഇന്ന് ഞങ്ങൾ അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല, ഫുഡ് കഴിക്കാനായിട്ട് പോയി. അപ്പോൾ പിറ്റേ ദിവസമാണ് ഞങ്ങൾ ഇങ്ങനെ ദമാമും അൽക്കോബാറൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. ബാക്കി വിശേഷങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗും അല്ലെങ്കിൽ ഇത് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.